നെടുപുറമ്പത്ത് ഉജ്ജയിനി കൊയിലാണ്ടി യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവരി കോളേജിൻ്റെ താഴത്താണ്. ഈ കോളേജുമായിട്ട് വളരെയധികം വൈകാരികമായൊരു ബന്ധമുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ PTC പഠിച്ചത് ഇവിടെയാണ്. PTC പഠിച്ച മാത്രമല്ല ഹോസ്റ്റലിൽ ചേർന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ 2 വർഷക്കാലം ചുറ്റുപാടുള്ള ഏരിയകളൊക്കെ നടക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം. പിന്നെ മാത്രമല്ല പിന്നെ അടുത്ത കാലത്തായിട്ട് എൻ്റെ എന്താ വെച്ചാൽ എൻ്റെ ഒരു പരിപാടി, അതായത് ഇവിടെ ഞാൻ പരിസരപ്രവർത്തനക്കാണല്ലോ. ഇവിടെ കോഴിക്കോട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ശാസ്ത്രസാഹിത്യ പരിഷത്ത് നേതാവ് TP കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് എന്നെ ഇവിടെയുള്ള NSSൻ്റെ കോർഡിനേറ്ററായ ഷൈൻ ടീച്ചർ വിളിക്കുകയും ഞാനിവിടെ വരികയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അതുമാത്രമല്ല നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലെ കട്ടക്കയം അദ്ദേഹം മലയാള ഭാഷയിലെ ഒരു കവിൻ്റെ ബന്ധപ്പെട്ട ആളാണല്ലോ. അപ്പോൾ അയാളായിട്ടൊരു പരിചയമുണ്ട്. മാത്രമല്ല അയാളായിട്ട് ബന്ധപ്പെട്ട വേറൊരു വ്യക്തി ആ ഹോസ്റ്റലിൽ എൻ്റെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു ഡേ സ്കോളേഴ്സ് ഉണ്ട്, ഗ്രൂപ്പുണ്ട് കോഴിക്കോട്ടാണുള്ളത്. നമ്മൾ അതിൽ നമ്മളെ MLA കമലത്തിൻ്റെ മകൻ മുരളിയുണ്ട്, കോമളഭവൻ ഹോട്ടലിൻ്റെ മകൻ ഹരി ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ അങ്ങാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ കോളേജ് സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കൂട്ടായ്മയിൽ അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു 2010 നമ്മളെ കൊയിലാണ്ടി എൻ്റെ ഒരു ഉജ്ജയിനി സ്ഥാപനം ആരംഭിച്ചു. ആ സ്ഥാപനത്തെ തുടക്കം മുതലേ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കേരള ഭൂപ്രകൃതിയായി ബന്ധപ്പെട്ട് കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട കലാപരിപാടികളൊക്കെ ഞാനിങ്ങനെ അവിടെ ഉജ്ജയിനിയിൽ വളർത്തിയെടുക്കുകയും അതിനിപ്പോൾ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ. അതായിട്ട് ഈ മറ്റേ പാതിരാപ്പൂടെ എന്ന് പറഞ്ഞാൽ തിരുവാതിരയോട് ബന്ധപ്പെട്ടുള്ള ഈ പാതിരാപ്പൂടെ പരിപാടി, അതോടൊപ്പം തന്നെ പ്ലാവിനെ വല വെക്കുന്ന കലിയൻ ആഘോഷ പരിപാടി, പിന്നെ കളരി ഒക്കെ അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ 2000 ഒക്ടോബർ 19 ഒരു സമകാലീന മലയാളത്തിൽ ഒരു ലേഖനം വരികയാണ്. ചാക്രിക ലേഖനം വലം വയ്ക്കുന്ന രാഷ്ട്രീയ സംസ്ഥകൾ എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയാൻ സമയത്ത് പറഞ്ഞില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പോൾ തലേക്കാടെന്ന് പറഞ്ഞാൽ മറ്റേ സത്യദീപം ക്രിസ്ത്യാനി പുസ്തകത്തിൻ്റെ ഒരു നീക്കിലാണ് അതിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ, ഈ നമ്മുടെ ലോകത്താകമാനമുള്ള ഈ പ്രാദേശിക സംസ്കാരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇല്ലാതായി പോകണ്ടേ. പ്രാദേശിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നുള്ള ഒരാണ് അതിൻ്റെ ചുരുക്കത്തിൽ ലേഖനത്തിൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഈ കാര്യം അവിടെ ചെയ്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഈ അദ്ദേഹത്തോട് പറഞ്ഞ ലേഖകർത്താവിനൊക്കെ താല്പര്യമുണ്ടല്ലോ. അങ്ങനെ അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പേൻ്റെ അഭിപ്രായം തലേക്കാരിലൂടെ പുറത്ത് വന്നത്. അപ്പം അങ്ങനെ വരും സ്വാഭാവികമായിട്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊന്ന് ഈ വിഷയത്തോടൊന്ന് സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കണം നമ്മൾ വിചാരിച്ചു. നമ്മൾ കണ്ടതെന്താ വെച്ചാൽ, ഈ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ആദ്യ ക്രിസ്തുമസ് ആണല്ലോ ഇത്. അപ്പോൾ അതിൽ ഈ ക്രിസ്തുമസോട് അല്ലെങ്കിൽ ജനുവരി 1 ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടാവല്ലോ. ആ ന്യൂ ഇയർ ആഘോഷത്തിൽ നമ്മൾ ഈ പറഞ്ഞ പ്രാദേശിക സംസ്കാരം ബന്ധപ്പെട്ട നമ്മളെ ഒരു പരിപാടി കൂടി ചേർത്തുകൊണ്ട് നല്ലൊരു പരിപാടി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഈ തിരുവാതിരയോടൊപ്പമുള്ള ഈ ഭൂപ്രകൃതിയുടെ ആഘോഷിക്കുന്ന ഈ പാതിരാപ്പൂജയുടെ പരിപാടി നമുക്ക് കുറച്ച് ക്രിസ്തുമത ആൾക്കാരെ വിളിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ നടത്താമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഞാൻ അത് സംബന്ധമായിട്ട് ഞാൻ കത്തെഴുതി. ദേവരി കോളേജിൽ കത്തെഴുതി. ഇവർ കോഴിക്കോട് തന്നെയുള്ള ടവറ കൾച്ചറിലെ ജോർജ് മണ്ണൂത്തി സാറ് കത്തെഴുതി. അത് മാത്രമല്ല, എനിക്ക് മറ്റേ ഈ പാല സെൻറ്റ് തോമസ് കോളേജിലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഈ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പ്രിൻസിപ്പൾ എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവർക്കൊക്കെ കത്തെഴുതി. അങ്ങനെ പരിപാടി നടത്താൻ ജനുവരി 1 തലേന്ന് 31 പരിപാടി നടത്താമെന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയെങ്കിലും ആ പരിപാടി അവരാരും ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട ആൾക്കാരും വന്നില്ല. പരിപാടിക്ക് വന്ന് വളരെ രസമുണ്ട്. ഒരു പരിപാടി പങ്കെടുത്തത് ഒരു മുസ്ലിം സ്കൂള്, മായൻസ് മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കൊയിലാണ്ടി കിഴക്കുള്ള അവർ NSS ക്യാമ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ വന്ന് ഈ പരിപാടി പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അവരാണ് പങ്കെടുത്തത്. അങ്ങനെ പരിപാടി അങ്ങനെ ഇതായി. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ഈ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യം പറയാമല്ലോ. സെൻറ്റ് തോമസ് കോളേജിലെ ഒരു ആൾക്കാരിൽ പരിചയമുണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ, സെൻറ്റ് തോമസിൽ ഈ നമ്മളെ ഇതുണ്ടല്ലോ വാദത്തിൻ്റെ ഉണ്ട് കുറുന്തോട്ടി. ഈ കുറുന്തോട്ടീനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ഔഷധ മൂല്യം മാത്രം
എക്സ്റ്റേറ്റ് ചെയ്തെടുത്ത ഒരു കോളേജാണ് സെൻറ്റ് തോമസ് കോളേജ്, അവരുടെ ബയോടെക്നോളജി വകുപ്പ്. അപ്പോൾ അതുകൊണ്ട് അതിൽ അപ്പോഴേ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ഒരു പരിപാടി പങ്കെടുപ്പിക്കണം. ഇവിടെ ഞാൻ വാഗ്ബാന്ധ ഗുരുദേവ ലൈബ്രറിക്ക് ഞാൻ ഓർത്തഡോക്സ് മലബാർ കോഴ്സ് ആമോദ നൃത്തം എന്നൊരു പരിപാടി നടത്തിയിരുന്നു. അത് ഈ പറഞ്ഞ നമ്മുടെ ഭൂപ്രകൃതിയുടെ വ്യത്യസ്തമായിട്ടുള്ള പല സസ്യാരങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ നമ്മൾ ആ പരിപാടി എടുത്തതിന് അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് മലബാർ ബുക്ക് നമ്മൾ നാട്ടിൽ നമ്മളെ ബന്ധപ്പെട്ട ആൾ വാങ്ങിയും അത് ഏതായാലും ലൈബ്രറിക്ക് ബാക്ക്ബാൻഡ് ലൈബ്രറിയിലല്ലോ അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ആ പരിപാടി കൊടുക്കുന്നതിൽ ഈ പറഞ്ഞ നമ്മളെ കുറുന്തോട്ടിയുടെ എക്സൈറ്റ് കണ്ടെത്തിയ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൽ ആരെയും വിളിക്കാമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതും കൂടി വെച്ചിട്ടാണ് ഞാൻ അവർക്ക് കത്തേ ചെയ്തത്. പക്ഷേ അവർ വന്നില്ല. അവർ അത്രയും ഭാരത്ത് പാലയിൽ നിന്നൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുറുന്തോട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ബൈബിളിൻ്റെ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. അത് മാതൃഭൂമിയിൽ വന്നായിരുന്നു, മാതൃഭൂമി ഇരിക്കലും വന്നായിരുന്നു. അതായത് ലവങ്കയും മൂറും കൊണ്ട് അന്തരീക്ഷ സുഗന്ധപൂരിതമാകട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ ഉൽപ്പന്ന, അതായത് ഇത് മറ്റേ കറുവപ്പട്ടില്ലേ, കറുവപ്പട്ട. അപ്പോൾ അത് ലോകത്ത് ബൈബിളിൻ്റെ കാലത്തിന് മുമ്പും ബൈബിളിൻ്റെ രൂപീകരിച്ച ആദ്യ കാലത്തിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബൈബിൾ നിർമ്മാണ സമയത്ത് എവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ഈ പറഞ്ഞപ്പോൾ ഇയാൾ വിളിച്ചു ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോൾ തലയേക്കാർ സാർ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ സാധനം കാലത്തുള്ള മാതൃഭൂമി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സസ്യമല്ല, കേരളത്തെ ബന്ധപ്പെട്ട് 4-5 സസ്യങ്ങൾ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ സത്യങ്ങൾ ആ കാലത്ത് തന്നെ ലോകം എത്തിപ്പെട്ടാണ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ആഘോഷം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മളെ അറബികൾ കേരളത്തിൽ ഇസ്ലാം മതം അറബികളിലൂടെയാണല്ലോ വന്നത്. ഈ അറബികൾ എന്ന് പറഞ്ഞാൽ ആരാ? ലോകത്തിൻ്റെ നാനാഭാഗത്തും നമ്മുടെ കുരുമുളക് എത്തിച്ച ആൾക്കാരാണ്. കുരുമുളകും ചുക്കും അതുപോലെ നമ്മുടെ പ്രത്യേക വിഭവങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് മുസ്ലിം മതം ഇവിടെ ഉണ്ടായത്. അവരെ അതിന് അറേബ്യയിൽ ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് തന്നെ അറേബ്യയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ആ വഴിയിലൂടെയാണ് കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഭൂപ്രകൃതി ആഘോഷിക്കുന്നത് നമ്മളെ ഹിന്ദുക്കളെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിംസാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവർ ഈ ആഘോഷം വളരെ കൊണ്ടാടപ്പെടേണ്ടതാണ്. അവർ ചരിത്രമായിട്ടും അവരുടെ ചരിത്രമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടെടുക്കുന്നത്. പിന്നെ ഹിന്ദുക്കളെ കാര്യം നമ്മളിപ്പോൾ പറയുമ്പോൾ ഹിന്ദുക്കളെ ഇപ്പം നമ്മളെ ഇപ്പോൾ ഉണ്ടല്ലോ, സാധാരണ ഏതൊരു ഹിന്ദുവിനും മനപ്രശ്നം നടക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. കാരണം നമ്മുടെ ശബരിമല വിഷയം അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന മനസ്സിൽ വിട്ടുപോകാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് ഇതിനെപ്പറ്റി ഒരു ഓർക്കുന്ന സമയത്ത് ഞാൻ കാര്യം ആലോചിക്കുന്നു. അതായത് 1967 ലോഹ്യ മരിച്ചത്. അപ്പോൾ 1967 മറ്റായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, അദ്ദേഹത്തിൻ്റെ മാൻകൈൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം നടത്തി. അതിൽ അന്ന് ശബരിമല എന്ന് പറയുന്നത് അത്രത്തോളം പ്രചാരമായി വരുന്നേ ഉള്ളൂ. ഈ കല്ലുമുള്ളിൽ കാലിക്കുമത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിത്യാഗപൂർണ്ണമായ യാത്രയുണ്ടല്ലോ, അതന്ന് വാർത്തകളിൽ പേര് കിട്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി മൂപ്പര് ഇങ്ങനെ പല കാര്യത്തെപ്പറ്റി കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം മന്ദിരമുണ്ട്, ഇതിലേക്ക് ആൾക്കാരിങ്ങനെ ഈ പരിത്യാഗപൂർണ്ണമായി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശയും കൂടെ കൂട്ടത്തിൽ പറഞ്ഞു. അതായത് ഈ ശബരി എന്ന സ്ഥലം, അതായത് ശബരി എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദിവാസി വനിതയുടെ സ്ഥലമാണ്. അപ്പോൾ ആദിവാസി വനിതയ്ക്ക് ശ്രീരാമനോട് എന്തോ ഇതുണ്ട്, ഒരു ഭക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ശ്രീരാമൻ ഈ ആദിവാസി വനിതയുടെ അടുത്ത് വന്നപ്പോൾ ആകെ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ അവൾ കടിച്ചു വെച്ച മാങ്ങ കുറച്ച് കടിച്ചു വെച്ചിട്ടുണ്ട്. ആ മാങ്ങയെടുത്ത് ശ്രീരാമൻ കൊടുത്തു. ശ്രീരാമൻ എടുത്ത് കഴിച്ചു. അതിനെപ്പറ്റി ലോഹി ഒരു തമാശ പറഞ്ഞായിരിക്കും. തമാശ പറഞ്ഞ് പറയാൻ കഴിയുള്ളൂ. അതായത് ഒരാൾ കടിച്ച മാങ്ങ വേറെ ആൾ തിന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ മനസ്സിൽ ഒരു പ്രേമം അങ്കുരിച്ചിട്ടുണ്ടാവില്ലേ എന്ന് തമാശ പറഞ്ഞാൽ. കാരണം ലോഹി അങ്ങനെ ഇദ്ദേഹത്തെ രാമനെപ്പറ്റി അങ്ങനെ കാണുന്ന ആളല്ല. രാമനെപ്പറ്റി ഒരു പ്രബന്ധം തന്നെ എഴുതിയിട്ടുണ്ട്, രാമകൃഷ്ണ. ആ രാമനെപ്പറ്റി പറയുന്നത് വെച്ചാൽ ഈ പരിമിത വ്യക്തിത്വത്തോടെ മനസ്സിലാവൻ എന്ന് പറഞ്ഞാൽ രാമൻ തൻ്റെ ജീവിതത്തിൽ സീതയുടെ മുഖത്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയില്ല. അത് പരിമിത വ്യക്തിത്വത്തിൻ്റെ ഉദാഹരണമായിട്ട് എടുത്ത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ലോഹ്യ പറയുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ അടുത്ത അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെ പറ്റിയാണ്. ശ്രീകൃഷ്ണനെ പറ്റി ലോഹ്യ പറഞ്ഞു വെച്ചാൽ പുറത്തുള്ള ബാഹ്യ കാലവുമായിട്ട് ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ബഹിർമുഖനായ ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു വെച്ചാൽ ശ്രീകൃഷ്ണൻ 16,008 സ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്തിട്ടുണ്ടതാണ്. അത് ശ്രീകൃഷ്ണ സ്വഭാവം അല്ല, ബഹിർമുഖമായിട്ട് സ്വഭാവത്തിൽ ഉദാഹരണമായിട്ട് അതേ പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറെ ലോഹ്യൻ്റെ ഈ ശിവനെ പറ്റി പറഞ്ഞു. ശിവനെ പറ്റി പറഞ്ഞു വെച്ചാൽ അനന്തമായ വ്യക്തിത്വം എന്നതോടൊപ്പം തന്നെ അവനവൻ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ന്യായീകരണം നടത്താൻ കഴിവ് അദ്ദേഹത്തിന്. എന്നുവെച്ചാൽ ന്യായീകരണം നടത്താത്ത പ്രവൃത്തി അദ്ദേഹം ചെയ്യില്ല ശിവൻ എന്നുള്ള ശിവനെ പറ്റി പറഞ്ഞത്. മാത്രമല്ല ലോഹ്യയുടെ ഈ വലിയൊരു സിദ്ധാന്തമുണ്ട്.
സിദ്ധാന്തമുണ്ട്, അതായത് ദർശന സാധുവ സിദ്ധാന്തം. അത് ശിവകഥകളിൽ രൂപപ്പെടുത്തിയെടുത്താണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ആത്യന്തിക ലക്ഷ്യത്തിൽ പടവുകളായിരിക്കണം ഓരോരോ പ്രവർത്തനം എന്നുള്ള ഇതാണ് അതിൻ്റെ വരുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇതുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ ഇവിടുത്തെ പ്രശ്നം. മറ്റേ നമ്മളിപ്പോഴത്തെ ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള ഈ മാർക്സിസ്റ്റ് ആശയത്തിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഇടയിൽ ഒന്ന് വന്നുപോട്ട സംഭവം ഇത്. അതായത് അതുമാത്രമല്ല, നമ്മളെ ഇവിടെ ഉണ്ടല്ലോ ഈ കാരന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ വൻ തട്ടിപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ കോവിഡ് കാലത്ത് കണ്ടമാനം ഈ ചന്ദനക്കൊള്ള നടത്തിയിട്ടുണ്ട് ആടുകളിൽ. അതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ ഈ സാമ്പത്തിക ലക്ഷ്യം മാത്രം ഊന്നിയിട്ടുള്ള പ്രവർത്തനം. കൂടുതൽ ശമ്പളം കിട്ടണം, കൂടുതൽ DA കിട്ടണം, കൂടുതൽ പെൻഷൻ കിട്ടണം. ഇപ്പോൾ വെറും സാമ്പത്തിക ലക്ഷ്യം മാത്രം ഊന്നിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ ഒരു പരിധി നിർണ്ണയിക്കുക, സാമ്പത്തിക ലക്ഷ്യത്തിൽ പരിധി നിർണ്ണയിക്കുക, ആസക്തിക്ക് പരിധി നിർണ്ണയിക്കുക, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗാന്ധി രാഷ്ട്രത്തിലെ കാര്യം. ഇതൊന്നും ഇല്ലാതെ വെറും സാമ്പത്തിക ലക്ഷ്യത്തിൽ മാത്രം ആയി പോകുമ്പോൾ അവർക്കൊരു കൺട്രോൾ, ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ള മാതിരി പൈസ ഇട്ടാൽ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഇവരെ വാക്സിൻ ഡയലത്തിൽ ഈ ബന്ധപ്പെട്ട ഒരു ഉപയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഒരു ആസക്തിക്ക് പരിധി ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളും, ഇങ്ങനെയുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് മാത്രം പരിധി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും അതോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ അത്യന്തിയെ പരിഹരിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു ലൈൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കേണ്ട കാലം അടുത്തെടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇതാക്കി വിട്ടാൽ പോരാ. അപ്പം അത് നിരവധി നമ്മൾ എൻ്റെ ഇതിൽ തന്നെ ഞാൻ അങ്ങനെ ചില ആക്ടിവിറ്റിയൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടായ്മ വന്ന പരിപാടിയിലൊക്കെ ഇത് സംഭവം ആസക്തിയല്ല അനാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വർത്തിരിക്കേണ്ടതാണ്. എങ്കിലേ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകേണ്ട വഴി ഒരുക്കുമെന്ന് കാണിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ വേറെ പറയാൻ വെച്ചാൽ, ഞാനിപ്പോൾ നമ്മളെ പാതിരാപ്പൂച്ചുകളുടെ പരിപാടി ഉണ്ടല്ലോ, പാതിരാപ്പൂച്ചുകളുടെ പരിപാടി നടത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മൾ അതിന് മുമ്പ് ഇവിടെ ഹോർത്തൂസ് മലബാർക്കൂസ് പരിപാടി നടത്തിയല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതല്ലാതെ നമ്മളെ ഉജ്ജയിനിയിൽ തന്നെ നടത്തിയ ഇതുണ്ട്, തിരുവാതിരാഘോഷത്തിലെ പാതിരാപ്പൂച്ചുകളുടെ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പേൻ്റെ 2 വാചകം കൊണ്ട് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മാർപ്പാപ്പേൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞ ക്രിസ്തുമസ് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ക്രിസ്തുമസ് ദിവസം കംപ്ലീറ്റ് വെടിയേർത്തൽ വേണം, നിങ്ങൾ യുദ്ധം വേണ്ട, അന്ന് വേണ്ട എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ ആശംസയായിട്ട് അറിയണ്ടായി ക്രിസ്തുമസ് നേരത്തെ. അതേക്കുറിച്ച് കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ആശയം തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ വേൾഡ് ഗവൺമെൻറ് നശിച്ചിട്ടുണ്ട്. മോദിയുടെ വേൾഡ് ഗവൺമെൻറ് എന്ന ആശയത്തിലുണ്ട്. ആ വേൾഡ് ഗവൺമെൻറ് ആശയം ഇവിടെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ മേഖലയിലെ ആൾക്കാരും പിന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയ മേരി ഗ്ലാഡിസ് ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മളെ ശ്രീനാരായണ ഗുരു ശിഷ്യന്മാരായ നടരാജ ഗുരു മധ്യനദി വരെയായിരുന്നു ആശയത്തിലേക്ക് വരെയും. അപ്പോൾ നമ്മളിപ്പം ഈ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാൽ, അവിടത്തേക്കൊരു യാത്ര, വേൾഡ് ഗവൺമെൻറ് ആശയം കൊണ്ടുവന്ന് നിത്യതിൻ്റെ ആശ്രമത്തെ വീട്ടിലേക്കൊരു യാത്ര, അതിൽ നമ്മൾ ഈ പറഞ്ഞ ക്രിസ്തുമസ് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യാത്ര. അതായത് ഈ ക്രിസ്തുമസത്തിൽ മാർപ്പാപ്പേനെ നമ്മൾ SNDP ഇവിടുത്തെ ശ്രീനാരായണ പോയി കണ്ടല്ലോ, പകരമായിട്ട് ക്രിസ്ത്യാനികൾ ഈ വേൾഡ് ഗവൺമെൻറ് സമാധാനത്തിൻ്റെ പ്രവർത്തിച്ച നിത്യതിൻ്റെ ആശ്രമത്തിലേക്ക് യാത്ര നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ വേറെ കാര്യം കൂടി ഇപ്രാവശ്യം ക്രിസ്തുമസിന് അനുബന്ധമായിട്ട് വലിയൊരു ലേഖനം ആശംസയായിട്ട് ഇവിടെ പത്രത്തിൽ ഒന്നിനുണ്ട്. ഈ ക്രിസ്തുമസിനെ തന്നെ ഒരു ആണ്. അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തതിനെ പറ്റിയാണ്. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന നന്മ, പാവപ്പെട്ടവന് വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുത്ത് നന്മ പറഞ്ഞു. അതിൽ കൊണ്ട് എത്ര സാമ്പത്തിക ആവശ്യം ഉണ്ടായെങ്കിലും ആ നന്മ ആലോചിക്കുമ്പോൾ അത് ഇല്ലാതായി പോകുന്ന മറ്റേ അന്നത്തെ പള്ളി ലക്ഷൻ ക്രിസ്തുമസിൽ ആഹാരത്തിൽ പറഞ്ഞിട്ട് അത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക്. ശബരിമലയിലെ ഈ കല്ലും മുള്ളും കാലിൽ കെട്ടിയുള്ള യാത്രയുണ്ടല്ലോ, അത് എന്ന് പറയുമ്പോൾ സാധാരണഗതി ദുഃഖവെള്ളിയാഴ്ച നമ്മളെ മല ഇറങ്ങിയിട്ട് കുരിശിന് മുന്നുകൊണ്ട് മല ഇറങ്ങിയ ക്രിസ്തുമത വിശ്വാസികൾ പാട് ചെയ്തിരുന്നു. അതിനേക്കാൾ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പരിത്യാഗമാണ്. അത്രയില്ലെങ്കിലും ശബരിമല യാത്രയും ഒരു പരിത്യാഗപൂർണ്ണമായ യാത്രയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ലോകി പറഞ്ഞൊരു കാര്യം, അതായത് നമ്മളെ ഈ മാർസ് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഭരണഘടനാപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഉപനിഷത്ത് അവബോധനത്തിലൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ അപ്പോൾ അതിൻ്റെ ഒരു അംശം കൂടി ശബരിമലയിൽ തത്വമസി എഴുതിയിട്ടുണ്ട്. അത് ഉപനിഷത്തിലെ വാചകമാണല്ലോ. അപ്പോൾ ആ ആശയം
അതായത് ആശയത്തിൽപ്പെട്ട ഈ ഭൗതിക സുഖ സൗകര്യം അല്ലെങ്കിൽ ഭൗതിക ആസക്തി ഈ പരിധി നിർണ്ണയിക്കേണ്ട ആശയം ഈ മാസം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിന് ഒരു എഡി ഫ്ലൈറ്റ് ആശയം ഇതാക്കി കൊടുക്കാൻ പറ്റും എന്നുകൂടി ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടുതലൊക്കെ ഫോട്ടോ കാണാം. കോട്ടക്കൽ ആരെയും ചാലഞ്ച് അത് കോട്ടക്കൽ ആരെയും ചില ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കോട്ടക്കൽ ആരംഭിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറഞ്ഞു. വിശേഷിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും എനിക്ക് സഹോദരതുല്യമായ ശ്രീ വേണുപ്രഭക്ക് എന്ന വ്യക്തിയോട് 17ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് എന്ന പുസ്തകം ഈ 21ാം നൂറ്റാണ്ടിലും ചർച്ചയ്ക്കെടുത്തു എന്ന കാര്യത്തിൽ ഇതിന്റെ സംഘാടകർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. എന്നിരിക്കുന്നു ഇത്ര മഹത്തായ ഒരു ക്രിയയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി തികച്ചും സാധാരണക്കാരനായ എന്നെ വിളിച്ചതിൽ എനിക്ക് വലിയ അനുഭവം തോന്നുന്നു. തലയിൽ വെച്ചെടുത്തായി ചെറിയ ചെറിയ കഷ്ണം അങ്ങനെ വെച്ചാൽ അല്ലേ? ചെമ്പരത്തി പോയിരുന്നല്ലേ? Thank you.
ഷൈന ടീച്ചറെ ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ തിരുവാതിര ആഘോഷം ഈ ഭൂപൂർത്തിയായി ബന്ധപ്പെട്ട ആഘോഷത്തോടൊപ്പം തന്നെ നമ്മുടെ തിരുവാതിരയായി ബന്ധപ്പെട്ട് തുടിച്ചുകൂടി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഉജ്ജയിലേക്ക് നടത്തിയത് ഒരിക്കലും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കൂടുതൽ അതിനെ പറ്റിയത് തുടിച്ചുകൂടി പറ്റിയിട്ടുള്ള. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൽ ഈ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല വിധത്തിലും പ്രളയം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആളെയൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പെണ്ണുങ്ങൾക്കും പിന്നെ ആണുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ മറ്റേ കലയിലൂടെ ആഘോഷത്തോടനുബന്ധിച്ച് കടൽച്ചാര പരിപാടിയുണ്ട്. അതിന് വേണ്ടി ഒരു നീന്തൽ പരിശീലനം ആണുങ്ങൾക്ക് കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് ഈ തിരുവാതിരക്കുടി തിരുവാതിര തുടിച്ചുകൂടി അനുബന്ധമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നീന്തൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് ഷൈൻ ടീച്ചറോട് പറയാനുള്ള കാര്യം വെച്ചാൽ ഷൈൻ ടീച്ചർ ഇവിടെയുള്ള നീന്തൽ പഠിച്ച കുട്ടികളെ ഒരു സംഘം കൊണ്ടുവരണം. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എക്സ്പ്രസ് പരിപാടിയൊക്കെ കഴിഞ്ഞു പോയി. ഒരു ദിവസം അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പരിപാടി ഈ തുടിച്ചുകൂടി പരിപാടി നമുക്ക് നടത്താം. വേണമെങ്കിൽ അക്കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വാചാപ്പ് ഇവിടെ നടത്താം. പക്ഷേ ഇത് കഴിഞ്ഞാൽ നമുക്കത് കേരളത്തിലെ നമ്മളെ സ്ത്രീകൾക്ക് ഒരു മുന്നോട്ട് പോകേണ്ട ഒരു വഴിയായിരിക്കും എനിക്ക് തോന്നുന്നത്. മുന്നോട്ട് പോകാനുള്ളതല്ല, നമ്മളെ പ്രതികൂല സാഹചര്യത്തെ നേരിടാൻ ഒരു വഴിയായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹായം ഷൈൻ ടീച്ചർക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് കൊടുത്തു. സ്നേഹപ്രഭ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ 3000-ഓളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനമൊക്കെ കൊടുത്തിട്ട് പ്രത്യേക ആരാധനകൾക്ക് അർഹതയായ ആ സ്ത്രീയും അവരും മേഡവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്നേഹപ്രഭയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടിച്ചുകൂടി എന്ന ഒരു കലാപരിപാടി ഇവിടെ നമ്മുടെ ചെറിയ കുളത്തിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി. രാവിലെ 4 മണിക്ക് മുമ്പ് കുളത്തിലെത്തുകയും അവർ നീന്തൽ പരിപാടിയോടൊപ്പം തന്നെ അത് പാട്ടും കലയൊക്കെ ആയിട്ടുണ്ട്. അതിൽ ജനങ്ങളെ മുഴുവൻ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു 10ഓളം വനിതകൾ അതിൻ്റെ അകത്ത് നീന്തി കുടിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ പുറത്തുള്ള ഈ ഒരു തിരുവാതിര ആഘോഷത്തിന് മാറ്റിമുട്ടുകയുണ്ടായി. അവർ പിന്നീട് നമുക്കറിയാം കൊയിലാണ്ടിയിലെ തന്നെ AP അർഷസ് സ്മാരക അവാർഡ് റെഡ് ക്രോസിൻ്റെ ജീവകാരുണ്യ ജീവകാരുണ്യ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. 10,000 രൂപയും പ്രശസ്തി പത്രമൊക്കെയാണ്. ആ തരത്തിലുള്ള ഒരു അവാർഡിന് പിന്നീട് അവർ 2023 അവർ അർഹത നേടിയിട്ടുണ്ട്. നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ കൊയിലാണ്ടിയിൽ ഈ ഉജ്ജയിനി സാംസ്കാരിക നിലയം അവരെ ആദരിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും
അതുപോലെയുള്ള പരിപാടികൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള അവസരം ഉണ്ടാക്കുകയും അവരെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇവിടെ ഇതിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഉടമ കൂടിയായ ഡോണാട്ടൻ അത്തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ അതിനകത്ത് പിന്നീട് ഉണ്ടാകുന്ന ചില ഭിന്നിപ്പുകൾ കാരണം നിന്നു പോകുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ കാഴ്ചയാണ്. ഇത്തവണ അത് ഭിന്നിച്ച് പല വീടുകളിലേക്ക് മാറിപ്പോയി. ഇത്തവണ നമുക്ക് നടത്താൻ പറ്റിയില്ല. ഒരു സങ്കടം കൂടി രേഖപ്പെടുത്തുകയാണ്.